ഹലോ, ഏട്ടൻ ഒന്ന് തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണേ വൈകുന്നേരം. അപ്പോൾ ഏട്ടന് മുളക് പൊടിയൊക്കെ വേണമായിരുന്നു കേട്ടോ കൊണ്ടുപോകാൻ. മഴയായതുകൊണ്ട് തന്നെ വാങ്ങിച്ചുണക്കി പൊടിക്കാനൊന്നും ടൈമില്ലാത്തതുകൊണ്ട് ഇവിടെ മില്ലിൽ നിന്നാണേ വാങ്ങണേ. നല്ല പൊടികളാണ് കേട്ടോ ഇവിടെ. എല്ലാ ടൈപ്പ് പൊടിയും കിട്ടും ഇവിടെ. നല്ല ക്വാളിറ്റി ഉണ്ട്. ഞങ്ങളും ഇതുപോലെ ഇടയ്ക്ക് മഴയൊക്കെ ആകുമ്പോൾ വാങ്ങാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കസാമിയയ്ക്ക് വന്നു കൊണ്ടുപോകാൻ കുറച്ച് സ്നാക്സും ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങാൻ. അപ്പോൾ ഏട്ടൻ്റെ ഫേവറേറ്റ് അലുവയാണ് കേട്ടോ. അതൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്നും പോവുകയാണേ. അല്ലിക്കുട്ടനൊരു ജെല്ലിയൊക്കെ മേടിച്ചിട്ടു അതിൻ്റെ ഇടയിൽ കൂടെ. അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ചതാണ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണേ. ഇനി ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പെരിന്തൽമണ്ണ പോകാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ പോകാൻ വിചാരിച്ചിട്ട് അച്ഛന് വണ്ടി വേണമായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിതാ പോണ വഴിക്ക് അപ്പൂപ്പൻ്റെ ഇടയൊക്കെ കയറി കേട്ടോ. അല്ലുവിൻ്റെ ഫ്രണ്ടാണ് അപ്പൂപ്പൻ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവന്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പിലെത്തി. പിന്നെ നമ്മളൊന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. ചായ കുടിക്കാൻ പോയിട്ട് ഞങ്ങൾ പിന്നെ അതാ ഷവർമ്മയൊക്കെ കഴിച്ചാണ് പോകുന്നത്. ഈ ബ്രെഡ് കോലാണ് പോയത്. അവിടെ നല്ല രസമാണ് കേട്ടോ ഷവർമ്മ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫോണിന് സ്ക്രീൻ ഗാർഡ് ഇടണമായിരുന്നു. ഞാനൊന്ന് വീണിട്ട് ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡൊക്കെ പൊട്ടിയായിരുന്നേ. അപ്പോൾ അതൊക്കെ പോയി ഇട്ടിട്ട് ഞങ്ങൾ പിന്നെ സൈൻ ലബാൻ വാങ്ങാൻ പോയി കേട്ടോ. ഇന്നലെ വാങ്ങണം വിചാരിച്ചായിരുന്നു. പിന്നെ ഇന്നലെ നമ്മൾ ദോശയൊക്കെ കഴിച്ച് വയറ് ഫുള്ളായതുകൊണ്ട് പിന്നെ വാങ്ങിയില്ല. അങ്ങനെ അതൊക്കെ മേടിച്ച് ഞങ്ങളിതാ വീട്ടിൽ പോന്നു. അല്ലിക്കുട്ടനെ ഷോപ്പിലാക്കിയിട്ടാണ് പോയത്. ഇല്ലെങ്കിൽ പിന്നെ ഇന്നും പാർക്ക് പോകണമെന്നും പറഞ്ഞ് ബഹളം വെച്ചേനെ. അങ്ങനെ വീട്ടിൽ വന്നു. അപ്പം കുറച്ച് മെൽറ്റായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ബോംബ് എന്ന് പറയുന്നതാണ്, ചീസ് ബോംബ്. പിന്നെ നമ്മളൊരു സലാങ്കാശിയാണ് മേടിച്ചത്, ന്യൂട്ടല്ല പിസ്താഷ്യോൻ്റെ. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം അല്ലിക്കുട്ടനായിട്ടൊക്കെ ഏട്ടൻ കളിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ നൈറ്റാണ് ഏട്ടനോട് നിന്ന് പോകണേ. അങ്ങനെ ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ രണ്ടാളും. അവനും ഭയങ്കര കരച്ചിലായിരുന്നു. 2 മാസം കഴിഞ്ഞ് വരും എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചതാണെങ്കിലും പോയി കഴിഞ്ഞ് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. രാവിലെ എണീറ്റപ്പോഴും ഉണ്ടായിരുന്നേ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ, സീ യു.